കണ്ടിരിക്കുക, അത് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാത്തുള്ളൂ. പക്ഷേ സൂര്യയുടെ ആക്ഷൻസ് ഒക്കെയാണ് അടിപൊളി. പിന്നെ ഒരു കൊച്ചുണ്ട് പയ്യൻ, അവനും തകർത്ത് അഭിനയിച്ചു. പിന്നെ ലാസ്റ്റ് ഒരു എൻട്രി ഒക്കെ ഉണ്ട്, ആരും പ്രതീക്ഷിക്കാത്തൊരു എൻട്രി ഉണ്ട്. അടിപൊളി പടം, അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി പടം. അത് പിന്നെ അങ്ങനെ വരത്തുള്ളു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴാണ് ഒരിത് വന്നത്. അതുവരെ ഓക്കെ ആയിരുന്നു. അതേ ഉള്ളു. അഭിനയം കാണുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരും. അമ്മാരി അഭിനയം സൂര്യ കാണിച്ചിട്ട് അതിൽ കൂടുതൽ പണിയെടുത്ത പോലെ തോന്നിയിട്ടുണ്ട്. അമ്മാരി പടമായിരുന്നു. പിന്നെ സെക്കൻഡിനും വെയിറ്റിംഗ്. ആക്ഷൻസേ ഉള്ളു. അതാ പറഞ്ഞ കംബാക്കാ. എല്ലാരും കാണും. ഇംഗ്ലീഷ് ഫിലിം കാണുന്ന ഫീലിംഗ് ആണോ? അത്ര ഇല്ലേലും നല്ല നിലവാരമുണ്ട് പടത്തിന്. ഉണ്ട്, നല്ല ക്വാളിറ്റിയിൽ എടുത്ത് വെച്ചിരിക്കുന്നു. 3D എഫക്റ്റ് ഉണ്ട്. ഐമാക്സ് ഒക്കെ ഇറക്കിയാ അവര്. ഐമാക്സ് വെർഷനൊക്കെ ഇല്ല, അത് കാണുമ്പോൾ നല്ല തിയേറ്റർ കാണണം. പക്ഷേ 3D ആയിട്ട് വെക്കണ്ട ആവശ്യമില്ല. പടം കണ്ടോണ്ടിരിക്കാം. പഴയ സൂര്യാണോ ബെറ്റർ ആയിട്ട് പുതിയ സൂര്യ? അത് രണ്ടും കൊള്ളാം. ടൈം ട്രാവൽ കൂടെ അങ്ങനല്ല, കണ്ടിരിക്കുക, അത് കാണുമ്പോഴേ അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാത്തുള്ളൂ. കൊള്ളാം, നല്ല ബീജിയം. ഇംഗ്ലീഷ് ഫിലിം മോഡലല്ല, അങ്ങനത്തില്ല. അടിപൊളി പടം, സൂപ്പർ. എന്താണ് ഇതിൽ വെറൈറ്റി ആയിട്ട് തോന്നിയത്? എന്താണ് വെറൈറ്റി? ലാസ്റ്റ് ക്യാമിയോ റോൾ ഉണ്ടല്ലേ? പിന്നെ അടിപൊളി. ടൈം ട്രാവൽ മൂവിയാണോ? നല്ല പടം. ഇല്ല, അത് പറയത്തില്ല. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അടിപൊളി പടം, അടിപൊളി. ടൈം ട്രാവൽ മൂവിയാണോ? ടൈം ട്രാവൽ ബേസ് ഒന്നുമല്ല, എന്നാലും ഒരു ഫിക്ഷൻ മൂഡിൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ലൊരു വളരെ മികച്ചൊരു സിനിമ. അപ്പോക്കലിപ്റ്റാണ്. ഇതൊരു ഫ്യൂച്ചർ പ്രസൻറ്റും ആയിട്ടുള്ള രീതിയിൽ ശിവ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ശിവയുടെ മുമ്പുള്ള പടം പോലെ അത്ര ഇതിൽ ചെറിയ രീതിയിലാണെന്നുള്ള ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. 50-50 ആയിട്ട്. എന്നാലും സെക്കൻഡ് പാർട്ടിൽ ബാക്കി എന്താണെന്നുള്ളത് നന്നായിട്ട് കാണാം. സെക്കൻഡ് പാർട്ടിൻ്റെ രീതിയിലാണ് കൊണ്ടുവന്നത്. ക്യാമിയോ റോളൊക്കെ ഉണ്ട്, അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. ആക്ഷൻസ് എല്ലാം വളരെ നന്നായിട്ടാണ്. 3D തന്നെയാണ് നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 3D ആയതുകൊണ്ട് കൊള്ളാം, വളരെ നന്നായിട്ടുണ്ട്. നായികയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, എന്നാലും സൂര്യക്ക് തന്നെയാണ്. പുള്ളി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. അതൊക്കെ ഹാർഡ് വർക്കൊക്കെ നമ്മൾ എന്തായാലും കാണാതെ പോലും അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. കുഴപ്പമില്ല എന്ന് വെച്ചാൽ ഒരു എബോവ് ആവറേജ് പടം, അത് തന്നെ. പിന്നെ മറ്റേ മ്യൂസിക് ഫുള്ളി സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ VFXൻ്റെ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ചില സൈഡിലൊക്കെ നല്ലതാണെങ്കിൽ വന്നിട്ടുണ്ട്. പക്ഷേ മൈനായിട്ടായിട്ടുള്ള കാര്യങ്ങളിൽ അധികം ശ്രദ്ധിച്ചിട്ടില്ല. ടൈം ട്രാവലൊന്നും അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചാൽ 2 ഡൈമെൻഷനിൽ നടക്കുന്ന കഥ. എന്ന് വെച്ചാൽ മറ്റേ പാസ്റ്റിൽ നടക്കുന്ന കഥ, പിന്നെ അതിൻ്റെ ഒരു ഇതായിട്ട് ഫ്യൂച്ചറിൽ വരുന്നത്. ക്യാമിയോ ഉണ്ട്. അത് കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ കണ്ടിരിക്കാം, അത്ര തന്നെ. എന്ന് വെച്ചാൽ നമ്മൾ അല്ലല്ല എന്ന് വെച്ചാൽ മേക്കിംഗ് വൈസ് ഒക്കെ പടം നൈസാണ്. പക്ഷെ ചില സ്ഥലത്ത് VFX ആ ഒരു സാധനം പോകുന്നുണ്ട്. അതൊക്കെ കണ്ടിരിക്കാം. ടൈം ട്രാവൽ എന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം 2 കാലഘട്ടമായിട്ട് കാണിക്കുന്നു. അത്രേ ഉള്ളൂ. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. ക്യാമറ ഉണ്ട്, അത് നമ്മൾ പറയാൻ പറ്റത്തില്ല, അത് കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. ക്യാമറ ഉണ്ട്. അല്ല, നമ്മുടെ ധീര പോലത്തെ സെറ്റപ്പ് ആ ഒരു പടം. അല്ല, CG ആണ് കൂടുതൽ. എന്തുകൊണ്ടും പടം കുഴപ്പമൊന്നുമില്ല. നല്ലൊരു തിയേറ്ററിലാണെങ്കിൽ ഓക്കെയാണ്. നമ്മുടെ ഈ തിയേറ്ററിൽ അത്ര പറ്റത്തില്ല. ഒരേ ക്ലാസ് തിയേറ്ററിലാണെങ്കിൽ പടം കണ്ടിരിക്കും. 3D ഉള്ള അതേ പറഞ്ഞില്ല, നമ്മുടെ ഈ തിയേറ്ററിൽ അത്ര പെർഫെക്ഷൻ ഇല്ല. നമ്മുടെ നല്ല തിയേറ്ററാണ്. ഏകദേശം സ്ക്രീൻ അത്ര ഗുണമില്ല. അവിടെ സ്ട്രൈറ്റ് സ്ക്രീനുള്ള ഒരു തിയേറ്ററിലാണെങ്കിൽ നമുക്ക് 3D കൂടെ സൂചിക്കും. പക്ഷേ ഇവിടുത്തെ 3D അത്ര സൂചില്ല. ആവറേജ്. അല്ലല്ല. ഏതാണ് പഴയ സൂര്യനെ ഇഷ്ടപ്പെട്ട പുതിയ സൂര്യ? പഴയത്.